ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ എണീറ്റു റെഡിയായിട്ട് ട്രിവാൻഡ്രത്ത് പോവാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിക്കത്തെ ഇൻ്റർസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ അമ്മയാണ് എന്നെ കൊണ്ടുവിടാൻ വരുന്നത്. അമ്മ പക്ഷേ ട്രിവാൻഡ്രത്തോട്ട് വരുന്നില്ല. അപ്പം ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഹരിപ്പാട് സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ട്രെയിനിൽ കയറി. ഞാൻ സൈഡ് സീറ്റിലാണ് ഇരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ട്രിവാൻഡ്രം യാത്ര ആരംഭിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ടു. നല്ല അടിപൊളി സീനറി ആയിരുന്നു. ഒരിക്കലും മറക്കത്തില്ല. അതുപോലൊരു യാത്രയായിരുന്നു. പിന്നെ ഞങ്ങളൊരു 9-9:15 കഴിഞ്ഞപ്പം ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ട്രിവാൻഡ്രത്തു നിന്ന് ഒരു 10-15 മിനിറ്റ് വേണം പാളയത്തിലോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളൊരു കാറ് ബുക്ക് ചെയ്ത് കാറിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന പാളയം ടാഗോർ തിയേറ്ററിൽ വെച്ചാണ്. അപ്പോൾ നോക്കുമ്പോഴേ നോക്കിങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു വൈബ് പ്ലേസ് ആയിരിക്കുമെന്ന്. കാരണം ആ ഒരു തിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര വലിയൊരു തിയേറ്ററായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ കടത്തി വെട്ടിയ ഒരു സ്ഥലമായിരുന്നു പാളയത്തിലെ ടാഗോർ തിയേറ്റർ. അവിടെ വെച്ച് ഈ ഫിലിം അവാർഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ സ്റ്റേഡിയം ആണെങ്കിലൊക്കെ അടിപൊളിയാണ്. ഭയങ്കര വലിയൊരു സ്റ്റേഡിയമായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞങ്ങൾ കുറേ നേരം കാത്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അങ്ങനെ സെലിബ്രിറ്റീസൊക്കെ വന്നു. കൈലാഷും മാളവിക, മെറിൻ ഗ്രിഗറിൻ ഇവരൊക്കെയായിരുന്നു ഇനാഗ്രേഷന് വന്ന സെലിബ്രിറ്റീസ്. അപ്പം നമുക്ക് പൊതുവേ സെലിബ്രിറ്റീസിനെ കണ്ടാൽ സെൽഫി എടുക്കാൻ തോന്നില്ല. അങ്ങനെ ഞങ്ങൾ സെൽഫി എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. മേക്കപ്പിന് വന്നു. ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇതാട്ടോ. പിന്നെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിന്നപ്പം ഞാൻ കുറച്ച് സ്നാപ്പൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടി കയറി വന്നു. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ സ്റ്റേജിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ബാക്ക് ടു ഹോം. അവൾക്ക് കാറിലെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതാട്ടോ അവൾ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഒരു ക്യാൻറ്റീനിൽ ഞങ്ങൾ കയറിയിട്ട് മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ട്രെയിനിലിരുന്ന് കുറേ പിക്കൊക്കെ എടുത്തു. ലുഡോ ഒക്കെ കളിച്ച് നല്ല അടിപൊളി വൈബായിരുന്നു തിരിച്ച് വന്നപ്പം. അങ്ങനെ 10:30 ആയപ്പോഴത്തേക്കിനും കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. കാരണം ട്രെയിൻ കായംകുളം വരെ ഉള്ളായിരുന്നു. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. പിന്നെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് കുറേ പിക്കൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോയി. അപ്പോൾ ട്രിവാൻഡ്രം വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.